ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, എല്ലാവരും ഇരിക്കെ. ആഹാ, റീനേത് നേരത്തെ എത്തിയല്ലോ. ഞാൻ സ്ഥിരമായി ലേറ്റ് ആയിട്ട് വരുന്ന പരാതിയല്ലേ ജ്യോതിർമയ്ക്ക്, അതൊന്ന് പരിഹരിച്ചേക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അത് പരാതിയൊന്നുമല്ല. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്ത് പരാതിയാ? തൽക്കാലം ഈ ക്ലബിന്റെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു പരിഭവം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതൊരു പരാതി എന്നൊക്കെ പറഞ്ഞ കഷ്ടാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ, പുറത്ത് കിടക്കുന്ന കാറിൽ വന്ന മാഡം എവിടെയുണ്ട്? മാഡം കോൺഫറൻസ് ഹാളിലാണ്. എന്താ മാഡം? ഒന്നുമില്ല, ഒന്ന് കാണുമായിരുന്നു. എക്സ്ക്യൂസ് മീ, നിർത്ത്. ഇതെന്താ ഇത്? നിങ്ങളുടെ വേസ്റ്റ് മുഴുവനും റോഡിലോട്ടാണോ വലിച്ചെറിയേണ്ടത്? കാറിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ വേസ്റ്റ് മുഴുവനും അലക്ഷ്യമായി റോഡിലേക്ക് വലിച്ചെറിയുമ്പോ അത് മറ്റു യാത്രക്കാരുടെ ദേഹത്തേക്ക് വീഴുമെന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന്? അതെ, തെരുവിലൂടെ പോകുന്ന മറ്റു യാത്രക്കാരും മനുഷ്യരാ. അവരുടെ ദേഹത്തേക്ക് വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് കാറിന്റെ ഗ്ലാസും പിടിച്ചിട്ടങ്ങ് പോയാ ആരും പ്രതികരിക്കില്ലെന്നാണോ മാഡത്തിന്റെ വിചാരം? അല്ല, ഇയാളാരാ ഇതിനകത്തേക്ക് കയറി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഹോറിയോ? അതെ, ഞാൻ ആരോ ആയിക്കോട്ടെ, ഇതെവിടെയാണെന്ന് അറിയേണ്ട ആവശ്യം എനിക്കില്ല. തെറ്റ് കണ്ടാൽ അതെവിടെയാണെങ്കിലും ഞാൻ വന്ന് പറയും. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം, ഈ റോഡെന്ന് പറയുന്നതേ നിങ്ങൾക്ക് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണോ? കാറിൽ വെച്ച് ഭക്ഷണം കഴിക്കാം, പക്ഷെ അതിന്റെ വേസ്റ്റ് എവിടെയെങ്കിലും കാറ് നിർത്തി ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയി ഇടാനുള്ള മിനിമം മര്യാദയെങ്കിലും കാണിക്കണം. അതെ, സമൂഹ സേവനമൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങളും സോഷ്യൽ സർവീസ് നടത്തുന്ന ആൾക്കാർ തന്നെയാ. ഈ നിൽക്കുന്നവരാണ് നിങ്ങളുടെ നേതാവെന്ന് എനിക്ക് മനസ്സിലായി. നേതാവിന്റെ പ്രവൃത്തി ഇങ്ങനെയാണെങ്കിൽ പിന്നെ അണികളുടെ അവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പറയാ, എന്റെ ദേഹത്തേക്ക് വന്നു വീണ ഈ വേസ്റ്റ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?